ആ വരച്ചെന്ന പോലെ അവർക്ക് ഇത് വരച്ചോ? ഒരു വട്ടം വരക്കേ, ഇങ്ങനെ വട്ടം വരക്കേ, ഒരു വട്ടം. ആ വട്ടം വരച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുവോ? കോലം വരയ്ക്കുക. കുറച്ച് നല്ല വലുത് വേണ്ട, നമ്മളാകെ അത് കുറച്ച് ഓവറായി. അല്ല തേച്ചന്റെ ഒപ്പം പൊട്ടൊക്കെ അങ്ങോട്ട് പോണല്ലോ. ഇനിയിപ്പോ മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വരും. ഇതെന്താ ചന്ദനക്കുടി നമ്മളന്ന് അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്നത് എവിടെ? എന്റെ പേഴ്സിൽ തന്നെ. ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് വരച്ചോടിപ്പ ഭംഗിയൊക്കെ നിക്കണ്ട, നീ ജന്നെ വരച്ചതാ. വെണ്ണ പറഞ്ഞു ഇത് തുടച്ചതാ ഇല. ചോദിക്കോ? ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ. അതന്നെ അങ്ങനെ തന്നെ വരച്ച് പഠിക്കുക. ഞാൻ അടുത്ത കൊല്ലത്തേക്ക് ഇനിയിപ്പോ വരക്കാൻ ആളെടുക്കണം. ഈ കുനിപ്പ് ഇങ്ങനെ ആക്കുക. ആ കുനിപ്പാണ് ഇത് കാട്ട്. ഇജോ പിടിച്ചോ? ഒക്കെ ഇവിടെ എത്തും. അത്ര നീട്ടണ്ട. ആ കുഴപ്പമില്ല, എന്നാലും നീണ്ടാലും കുഴപ്പമില്ല. ആ ഓക്കെ. ഓക്കെ ആ കൊണ്ടുകൊടുത്തിട്ടില്ലേ? അതെ, അന്ന് സുരേഷ് ഇവിടെ വരുന്നുണ്ടാവണം. അവർ ഓട്ടോമാറ്റിക് അരി പൂവും 2 ഇല വലിയ കൊണ്ടുവന്നിട്ട് ഞാൻ ചക്കര കോലം വരച്ചിരിക്കാണ്. ഞാൻ ഇതിലിങ്ങനെ ഓരോ കുത്തൊക്കെ ഇട്ടോ. അതിപ്പോ വറ്റും. ഇന്നലെ ഉണ്ടായി അങ്ങനെ വെള്ളം അങ്ങനെ കട്ടിയിലായപ്പോ ഇതാക്കാൻ വയ്യാതെ പിന്നെ അരച്ചുണ്ടാക്കുക. അപ്പൊ ഞാൻ കറക്കിയതാണ്. ഓക്കെ. ഇനിയിപ്പോ ഒരു മുടി നേരേക്ക് ഇപ്പൊ വരും. ആ മുടി എന്നാ മറിഞ്ഞിട്ടാണ് കോലം. വലിയ കോലൊന്നും ഇല്ല, എന്നാലും കോലം എന്ന് പറയാം.